ഭരണവിരുദ്ധ വികാരം ചിലപ്പോൾ ഉണ്ടാകും, ചിലത് ഇല്ലയെന്നും പറയില്ല. ഭരണവിരുദ്ധ വികാരമാണ് ഇതെല്ലാം എന്നൊന്നും നിങ്ങൾ തീരുമാനിക്കണ്ട. CPIയുടെ സമ്മേളനങ്ങൾ നടക്കുന്നു. സമ്മേളനങ്ങളിൽ വലിയൊരു വിമർശനം ഉയരുന്നത് CPIയുടെ വകുപ്പുകളിൽ CPM ഒരു കടന്നുകയറ്റം നടത്തുന്നു എന്നുള്ളതാണ്. നിരന്തരം CPIയുടെ വകുപ്പുകൾ മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം CPMന്റെ ഭാഗത്ത് മനഃപൂർവ്വം ഉണ്ടാകുന്നു എന്നാണ് പല ഭാഗത്തും ഇത്തരത്തിൽ വിമർശനമായിട്ട് ഉയർന്നത് പല സമ്മേളനങ്ങളിൽ. അതെ, താങ്കളോട് ആരെങ്കിലും പറഞ്ഞ് കേൾക്കുമായിരിക്കും. ഞങ്ങൾ പോയ സമ്മേളനത്തിൽ അങ്ങനെയല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഒരു ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ ആ ഗവൺമെൻറ് പ്രവർത്തനത്തെക്കുറിച്ച് പൊതുവിൽ നമ്മൾ പാർട്ടികൾ ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്ന ആ പാർട്ടിയുടെ വകുപ്പ് ഈ പാർട്ടിയുടെ വകുപ്പ് എന്ന് നോക്കിയല്ല. ഗവൺമെൻറ് പ്രവർത്തനം സുഗമമായി കൊണ്ടുപോകണം, നമ്മുടെ നാട് ആവശ്യപ്പെടുന്നതല്ലേ. അതിനുവേണ്ടി മുന്നണി സംവിധാനമാകുമ്പോൾ വ്യത്യസ്ത പാർട്ടികളാകുമ്പോൾ നമുക്ക് ചിലപ്പം അത് ശരിയായില്ല, അത് അവരെ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ ചിലരങ്ങനെ തോന്നുന്നുണ്ടാവും. അത്രയാണ്. മറ്റ് കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ അങ്ങനെ എവിടെയും വന്നതായിട്ട് എനിക്കറിയില്ല. പ്രധാനമായിട്ട് CPIയുടെ രണ്ട് വകുപ്പുകൾ വിമർശനം നൽകുന്ന ഈ വിതരണ രീതി അതോടൊപ്പം കൃഷി വകുപ്പുമാണ്. അപ്പോൾ ഇത് രണ്ടും CPIയുടെയാണ്. പക്ഷേ ആവശ്യത്തിന് ഫണ്ട് കൊടുക്കുന്നില്ല, പക്ഷേ കൺസ്യൂമർ ഫണ്ടിന് ആവശ്യത്തിൽ അധികം ഫണ്ട് കൊടുക്കുന്നു എന്നൊരു വിമർശനം. അതൊക്കെ തർക്കങ്ങളിങ്ങനെ പറയല്ലേ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മുന്നണിയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള മുന്നണി. കാരണം ഇന്ത്യയുടെ സ്ഥിതി വളരെ അപകടകരമാണ്. ആ അപകടകരമായ ഇന്ത്യൻ സ്ഥിതിയിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു മതനിരപേക്ഷ മുന്നണി ഇവിടെയുള്ള മുന്നണിയാണ്. നിങ്ങൾ കണ്ടല്ലോ, നിലമ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമിയും RSSും കൂടി ഒരുമിച്ച് ചേരുമെന്ന് പറഞ്ഞാൽ ഞാൻ കരുതിയില്ല. രണ്ടുപേരും ബദ്ധശത്രുക്കളാണ്. അവരെങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു തോളിൽ കൈയിട്ട് വോട്ട് പിടിക്കാൻ പോയത്? അവർക്ക് മുഖ്യശത്രു ആരാ മുഖ്യശത്രു? നമ്മൾ മുഖ്യശത്രുവിനെ കമ്മ്യൂണിസ്റ്റുകാരും. പക്ഷേ ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിനെ ഇതുപോലെ കൊണ്ടുപോയി അടുത്ത് അവർക്കൊരു ഗവൺമെൻറ് എന്ന് പലരും ഇപ്പം ക്യാപ്റ്റൻ ഞാനാണ്, മേജർ മറ്റേയാളാണ്, നമ്മൾ തമ്മിൽ തർക്കമൊന്നുമില്ല, നമ്മളിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് മുഖ്യമന്ത്രിയാണ്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ ജനങ്ങളോട് നടന്നൊരു വെല്ലുവിളിയാണ്. അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കാരണം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത ഗവൺമെൻറ് ഞങ്ങളാണെന്ന്. നിങ്ങളത് വോട്ട് ചെയ്തേക്കണമെന്നാണ് പരോക്ഷമായി പറയുന്നത്. അതൊരിക്കലും പൊതുപ്രവർത്തകർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ജനങ്ങളാ വിധികർത്താക്കൾ. അവരോട് നിങ്ങൾ മാൻഡേറ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? അല്ല, നിലമ്പൂരിലെ ജനവിധി, ജനങ്ങൾ നിലമ്പൂരിൽ വോട്ട് ചെയ്തിരിക്കുന്നു. നമ്മളെ സീറ്റൊന്നും അല്ല നിലമ്പൂർ, നിങ്ങൾക്ക് അറിയാലോ. അല്ല, ഭരണവിരുദ്ധ വികാരം ചിലപ്പോൾ ഉണ്ടാകും, ചിലത് ഇല്ലയെന്നും പറയില്ല. ഭരണവിരുദ്ധ വികാരമാണ് ഇതെല്ലാം എന്നൊന്നും നിങ്ങൾ തീരുമാനിക്കണ്ട. അവിടുത്തെ വോട്ടിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി. 66,000 വോട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു, ഇല്ലേ? അല്ല, കേക്ക് അൻവർ അപ്പുറം പോയില്ലേ? അതൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ. ഈ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നമ്മളെ ബേസ് എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് നിലമ്പൂരിലെ തോൽവി കേരളത്തിലെ ഗവൺമെൻറ് അവസാനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞിരിക്കുക, നമ്മളെ വേറെ ബഹുമാനിക്കുന്ന ആളാണ്. അയാൾ പറഞ്ഞതെന്താ അറിയുക? ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് കെയർടേക്കർ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഭരിക്കുന്ന കെയർടേക്കർ ഗവൺമെൻറ്റാണ്. ഒരു വലിയ ആൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പോലുള്ള ആൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. കാരണം അദ്ദേഹം അത് പറഞ്ഞു, കെയർടേക്കർ ഗവൺമെൻറ് എന്ത് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് കെയർടേക്കർ ഗവൺമെൻറ്റാന്ന് അങ്ങനെ പറയാമെന്ന് പറഞ്ഞ് ഇത്ര രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ആ വിമർശനങ്ങളെല്ലാം ഇനി കാലമുണ്ട്, ഇനി ഗവൺമെൻറ് ഉണ്ട്, ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഗവൺമെൻറ് കൂടുതൽ ശക്തിയോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തിരിച്ച് ജനങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും അതിനൊന്നും സംശയം, അതിനൊന്നും മാറുമെന്നുള്ളതായിരിക്കും വേണ്ട. ഇപ്പോൾ ഈ ഭാരതാംബ വിഷയത്തിൽ ഗവർണർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗവർണർ തീരുമാനിക്കുന്ന നിലപാട് ഗവർണർക്ക് ഇപ്പം നിൽക്കാൻ വേണ്ടിയുള്ളൊരു ഏർപ്പാട് മാത്രമാണ്. കാരണം ഭരണഘടന അനുസരിച്ച് ഭരണഘടനയിലെ വകുപ്പുകൾ ശരിക്കും പഠിച്ചാൽ ഗവർണർ അങ്ങനെ പറയാൻ വേണ്ടി ഒരു ന്യായവുമില്ല. കാരണം ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു സംസ്ഥാന ഗവൺമെൻറ് ഭരിക്കുന്ന ആളാണോ ഗവർണർ? അല്ലെ, ഗവർണർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് പ്രതിനിധിയാണ്. ആ ഗവർണറുടെ രാജ്ഭവൻ എന്ന് പറയുന്നത് അവിടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇയാളെ പ്രൈവറ്റ് മുറിയിൽ വെക്കാം. ഇന്ത്യയുടെ കൊടി കാവിക്കൊടിയാണെന്ന് ആരാ തീരുമാനിച്ചിരിക്കുന്നത്? ഗവർണറാണ് തീരുമാനിക്കുന്നത്. അതിനെതിരായി മുഖ്യമന്ത്രി കേരളത്തിലെ ഗവൺമെൻറ് അഭിപ്രായം കൊടുത്തിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഭരണഘടനാ വകുപ്പ് നോക്കിയാൽ 163 അനുസരിച്ച് വളരെ അപകടകരമായ കാര്യമാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ വകവെച്ച് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ കാവിക്കൊടി ഗവർണർ വെച്ചാൽ അതിന് നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി പോയാൽ, അംഗീകരിക്കാനും കുറേ ആളുണ്ടായാൽ
നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് അഭിപ്രായ വ്യത്യാസം കാണും. പക്ഷേ അഭിപ്രായ വ്യത്യാസം വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനും തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി പോലെ അപകടകരമാണെന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഗവർണർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുകൂലിക്കുന്ന കുറേ ആളുകളുണ്ടാവും. കാരണം ഭരിക്കുന്ന ഗവൺമെൻറ് LDF അല്ലേ, എന്നാൽ കിട്ടിയൊരു ചാൻസിൽ നിന്ന് ധരിക്കും. അത് തെറ്റാണ്. നമ്മൾ നേരിൻ്റെ വഴിയിൽ പോകണം. ഭരണഘടന എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ ഭരണഘടനയിൽ തന്നെ ഡെമോക്രസിയും വേണ്ട, ഇനി സെക്യുലറും വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നുള്ള കാര്യം ഓർക്കണം. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പോട്ടെ.